എത്രമാത്രം സന്തോഷത്തോടെയാണ് താനിത് മേടിച്ചുകൊണ്ട് വന്നത്. പക്ഷേ ശ്രീഹരിയാണെങ്കിൽ ഒന്നും പറയാതെ അകത്തേക്ക് പോയി. മീനാക്ഷി അതുമായിട്ട് അവളുടെ മുറിയിലേക്കും. വൈകിട്ടെന്നും ശ്രീഹരി നേരത്തെ കിടക്കും. മീനാക്ഷി കുറച്ച് സമയം ടി വി കാണും. അത് കഴിഞ്ഞ് അവളും പോയി കിടക്കുള്ളൂ. പക്ഷേ ഇന്നവൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മീനാക്ഷി അത്താഴം കഴിച്ചിട്ട് മുറിയിലേക്ക് പോകാനായി തിരിഞ്ഞതും ശ്രീഹരി അവളെ വിളിച്ചു. മുഖമൊക്കെ വാടിയാണ് ഇരിക്കുന്നത്. മീനാക്ഷി. അവൻ വിളിച്ചെങ്കിലും ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ തിരികെ റൂമിലേക്ക് പോയി. അന്നവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആ മൊബൈൽ ഫോൺ മേശമേലുണ്ട്. ഒരുപാട് സന്തോഷത്തോടെയാണ് അതുമായിട്ട് താൻ വന്നത്. പക്ഷേ ശ്രീയേട്ടൻ അത് നിരസിക്കുമെന്ന് ഓർത്തില്ല. കടക്കണ്ണിൽ 2 ഗോളങ്ങൾ ഉരുണ്ടുകൂടി. അത് നീരുറവയായി പുറത്തേക്കൊഴുകി. കൺമഷി മുഴുവൻ പടർന്നൊലിച്ചു. അവൾക്ക് സങ്കടമാണ് പൊട്ടിയൊഴുകി. വല്ലാത്തൊരു നൊമ്പരം വന്ന് മൂടുന്നു. നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അവൻ നിന്നോട് എപ്പോഴെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞോ മീനാക്ഷി? നീ എന്തിനാണ് ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നത്? അവളുടെ മനസാക്ഷി പോലും അവളോട് വഴക്കിടുകയാണ്. രാവേറെ ചെന്നു. എപ്പോഴും അവളൊന്നു മയങ്ങി. കാലത്ത് എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അവൾ നേരെ പൂജാമുറിയിലേക്ക് പോയി. വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച ശേഷം അവൾ അടുക്കളയിൽ വന്നു. അരച്ചു വെച്ച മാവിൽ നിന്നും കുറച്ചെടുത്ത് അവൾ ഇഡലി ഉണ്ടാക്കി. ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അതിനുശേഷം സാമ്പാർ ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി. മീനാക്ഷി. ശ്രീഹരി വിളിച്ചപ്പോൾ അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. എടോ. ഒന്നും പറയണ്ട ശ്രീയേട്ട. ഞാനിത്തിരി അതിര് കടന്നു. പലപ്പോഴും ഞാൻ ഒക്കെ ക്ഷമിക്കണം കേട്ടോ. അവൾ വീണ്ടും അവളുടെ ജോലി തുടർന്നു. അവൻ കൂടുതലൊന്നും പറയാണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നും ഓഫീസിൽ പോകും മുമ്പ് അവളാണ് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അന്ന് പക്ഷെ അവൾ നേരെ റൂമിൽ ചെന്നൊരുങ്ങി വേഗം ജോലിക്ക് പോകാൻ തയ്യാറായി. ശ്രീഹരിക്കും വിഷമം തോന്നി. എന്തായാലും അവൾ ജോലിക്ക് പോയിട്ട് വരട്ടെ എന്ന് അവൻ തീരുമാനിച്ചു. തിരികെ അവൾ വരുന്നതും കാത്ത് അവൻ ഉമ്മർത്ത് ചാരുകസേരയിൽ കിടക്കുകയാണ്. റോഡിൽ കൂടി മീനാക്ഷി വേഗം വരുന്നത് അവനെ കാണാം. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. മീനാക്ഷി, എനിക്ക് അവളോട് പിണക്കമുണ്ടായിട്ടല്ല ഞാൻ ആ മൊബൈൽ മേടിക്കാത്തത്. വെറുതെ തൻ്റെ ക്യാഷ് കളഞ്ഞിട്ട് കോഫി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓർക്കപ്പുറത്ത് അവനും വന്നത്. ഇയാൾക്ക് വിഷമമായെങ്കിൽ അതെനിക്ക് തന്നോളൂ. അവൻ പറഞ്ഞു. അതൊന്നും വിഷമമില്ല. അതൊന്നും കുഴപ്പമില്ല. എനിക്കത്രയ്ക്ക് വിഷമവുമില്ല. ഞാനിത് നാട്ടിൽ പോകുമ്പോൾ എൻ്റെ അച്ഛന് കൊടുത്തോളാം. അവൾ അലക്ഷ്യമായി പറഞ്ഞു. ഇയാൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറുപ്പക്കാരനല്ല ഞാൻ. അറിയാലോ അല്ലേ? ശോഭ ചേച്ചി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവൻ പതിയെ അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അവളുടെ നേർക്ക് ശ്രീഹരി നടന്നു വന്നത് അവൾ ഒന്ന് പകച്ചു. മീനാക്ഷി, എനിക്ക് മേടിച്ചുകൊണ്ട് വന്നതെങ്കിൽ തരൂ. അതിനുശേഷം ബാക്കി സംസാരിക്കാം. ശ്രീഹരി പറഞ്ഞതും മീനാക്ഷി അസ്ത്രം പോലെ മുറിയിലേക്ക് പാഞ്ഞു. അവൾ കൊണ്ടുവന്ന കവർ ശ്രീഹരി മേടിച്ചു. താങ്ക് യു മീനാക്ഷി, അവൻ പറഞ്ഞു. അവൾ ഒന്നും മന്ദഹസിച്ചു. എങ്കിലും അവൻ പറഞ്ഞതിൻ്റെ പൊരുളായിരുന്നു മനസ്സ് മുഴുവനും. ഇനി ബാക്കി സംസാരമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോയി കസേരയിലിരുന്നു. താനീ പുറമെ കാണുന്നതൊന്നുമല്ല പച്ചയായ ഒരു മനുഷ്യൻ്റെ ജീവിതം. ഒരു കുടുംബവും കുട്ടികളുമൊക്കെ ആയിട്ട് ജീവിക്കുമ്പോഴാണ് ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുന്നത്. അതല്ലാതൊരു ലോകമുണ്ട്. ഒരു നാട്ടിൻപുറത്തുകാരിക്ക് അതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ അറിയില്ലായിരിക്കും. എന്നാലും ഞാൻ പറയാം. പെട്ടെന്നായിരുന്നു മീനുവിൻ്റെ ഫോൺ ശബ്ദിച്ചത്. രുക്മിണിയമ്മയായിരുന്നു ലൈനിൽ. അവരുടെ സംസാരം കുറേ നീണ്ടുപോയി. ഫോൺ വെച്ച് കഴിഞ്ഞ് മീനു നോക്കിയതും ശ്രീഹരി അവിടെ എങ്ങും കണ്ടെത്താനായില്ല. അവൻ മുറിയിലേക്ക് കയറിപ്പോയി എന്ന് അവൾക്ക് മനസ്സിലായി. ശ്രീഹരി എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു വരാൻ തുടങ്ങിയതായിരുന്നു. അപ്പോഴാണ് അമ്മ വിളിച്ചത്. മീനാക്ഷി തെല്ല് വിഷമത്തോടെ കുറച്ച് സമയം കൂടി കാത്തിരുന്നു. അന്ന് രാത്രിയിൽ മീനാക്ഷി നല്ല ഉറക്കത്തിലാണ്. ഇടയ്ക്ക് ലൈറ്റിൻ്റെ വെളിച്ചം ജനാലയിലേക്ക് വന്നതും അവൾ കണ്ണു തുറന്നു. പുറത്തേതോ വണ്ടി വന്ന് നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ വേഗം കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കാം. മീനാക്ഷി അവളുടെ വാതിൽ ഒന്നുകൂടി മുറുക്കി താഴിട്ടു. ജനൽ കർട്ടൻ വകഞ്ഞു മാറ്റി അവൾ പുറത്തേക്ക് നോക്കി. ഏതോ 2 പുരുഷന്മാർ ഹോളിൽ നിൽപ്പുണ്ട്. ശ്രീഹരിയുമായി എന്തൊക്കെയോ സംസാരിക്കുന്നു. ശ്രീഹരി അവർക്ക് എന്തോ കൈമാറി. ശ്രീഹരി അതിൽ നിന്നും
കുറച്ച് ക്യാഷ് എണ്ണയിട്ട് ഒരാൾക്ക് കൊടുക്കുന്നുമുണ്ട്. കുറച്ച് സമയം കൂടി അവരെന്തൊക്കെയോ ശ്രീഹരിയുമായിട്ട് സംസാരിച്ചു. ശേഷം വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. കാറ് സ്റ്റാർട്ടായി പോകുന്ന ശബ്ദം കേട്ടു. ഹാളിൽ ലൈറ്റ് തെളിഞ്ഞത് ഒരുപോലെയായിരുന്നു. ശ്രീഹരി അതൊട്ടും പ്രതീക്ഷിച്ചില്ല. മുൻപിൽ മീനാക്ഷിയെ കണ്ടതും അവനൊന്നു പരിങ്ങി. ആരാ ശ്രീയേട്ട അവര്? എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവൾ ചോദിച്ചു. അതെൻ്റെ വേണ്ടപ്പെട്ടവരാണ്. ഈ പാതിരാത്രിയിൽ വേണ്ടപ്പെട്ടവരൊക്കെ വന്നിട്ട് എന്താണ് ഇടപാട്? ഇവിടെ പലരും വരും പോകും. ഇതെൻ്റെ വീടാണ്. നീ ആരാണ് എന്നെ ചോദ്യം ചെയ്യാൻ? അതിനുവേണ്ടി ഞാൻ നിനക്ക് അധികാരമൊന്നും തന്നില്ലല്ലോ. ഒരുപാട് ഓവർ സ്മാർട്ടാകാൻ നോക്കരുത്. വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് നിൻ്റെ ഈ ഓവർ സ്മാർട്ട്നെസ്. പക്ഷേ അത് എൻ്റെ അടുത്ത് വിലപ്പോകില്ല. ശ്രീഹരി എടുത്തടിച്ചതുപോലെ മറുപടി കൊടുത്തു. പക്ഷേ മീനാക്ഷി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ആരാണ് വന്നതെന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അതിന് ഇത്രയ്ക്ക് ദേഷ്യപ്പെടണോ ശ്രീയേട്ട? അങ്ങനെ ചോദിച്ചത് അത്രമേൽ വലിയ അപരാധമാണോ? രണ്ട് കൈയും മാറിൽ കെട്ടിക്കൊണ്ട് അവൾ അവനെ നോക്കി. പക്ഷെ അവനൊന്നും പറയാതെ വാതിലടച്ചു. കയ്യിലിരുന്ന പൊതിയുമായി കയറിപ്പോകുന്ന ശ്രീഹരിയെ അവൾ നോക്കി നിന്നതേയുള്ളൂ. ശ്രീഹരിയെ നാട്ടിൽ ആർക്കും പരിചയമില്ലെന്ന് പലതവണ മീനാക്ഷി ഓർത്തു. കാവിലെ പൂരത്തിന് പോയപ്പോൾ പോലും ആരും അവനെ തിരിച്ചറിയാഞ്ഞതെന്തേ? ഒരാൾ പോലും വന്നിട്ട് ഒരക്ഷരം സംസാരിച്ചിട്ടില്ല. ആർക്കും യാതൊരു പരിചയവുമില്ലാത്ത പോലെയായിരുന്നുവെന്ന് അവൾ ചിന്തിച്ചു. ഇല്ലെങ്കിൽ ജയിലിൽ നിന്നിറങ്ങിയ ആളെ ആർക്കും അറിയാണ്ടിരിക്കുമോ? അങ്ങനെ പെട്ടെന്ന് ആളുകൾ മറന്നു പോകുമൊന്നുമില്ലല്ലോ. ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താണെന്ന് മീനാക്ഷിക്ക് തോന്നി. എന്തെങ്കിലും ഉടനെ ചെയ്യണമെന്നും അവൾ തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ മീനാക്ഷി ബാങ്കിലേക്ക് വിളിച്ച് അവധിയെടുത്തു. ഇന്ന് എന്തായാലും ജോലിക്ക് പോകുന്നില്ലെന്ന് അവൾ തീരുമാനിച്ചിരുന്നു. ശ്രീഹരി ഉണർന്നപ്പോഴേക്കും മീനാക്ഷി ജോലികളെല്ലാം ചെയ്തു തീർത്തു. ഇന്നലെ രാത്രിയിലെ ദേഷ്യമൊക്കെ ഇന്ന് അവൻ്റെ മുഖത്തില്ലെന്ന് അവൾക്ക് തോന്നി. പക്ഷെ അവൻ അവൾക്ക് നേർക്ക് ഒന്ന് നോക്കുന്നു പോലുമില്ല. ചായ കുടിച്ചിട്ട് അവൻ നേരെ റൂമിലേക്ക് പോയി. അവൾ കുറച്ച് സമയം മുറ്റത്തെ ചെടികളൊക്കെ നട്ടു നനച്ച് നിന്നു. അതിനുശേഷം വീണ്ടും അകത്തേക്ക് വന്നു. ഇന്നെന്തേ താൻ ജോലിക്ക് പോകാത്തത്? തനിക്ക് സുഖമില്ലേ മീനാക്ഷി? പതിവ് സമയത്തും അവൾ ഇറങ്ങാഞ്ഞത് കണ്ടപ്പോൾ ശ്രീഹരി അവിടേക്ക് വന്നു. ഇന്ന് അമ്മ വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ലീവ് എടുത്തതാണ്. മുൻകൂട്ടി പ്ലാൻ ചെയ്തതുകൊണ്ട് ഒട്ടും പതറാതെയാണ് അവൾ അവനെ നോക്കി അത് പറഞ്ഞത്. ശ്രീഹരിയിലുണ്ടായ ഭാവവ്യത്യാസം അവളത് സസൂക്ഷ്മം നിരീക്ഷിച്ചു. എന്നിട്ട് നീ എന്താ ഇതുവരെ പറയാഞ്ഞത്? അവൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. അമ്മ എന്നോട് ഇപ്പോഴാണ് വിളിച്ചു പറഞ്ഞത്. അമ്മ പറയാതെ എനിക്കെങ്ങനെ പറയാൻ പറ്റും? തന്നെയുമല്ല, അമ്മയുടെ വീടല്ലേ ഇത്. ഉള്ളിലെ ഭയം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവൾ പറഞ്ഞൊപ്പിച്ചു. അമ്മ എപ്പോൾ എത്തുമെന്ന് എന്തേലും പറഞ്ഞോ? അവൻ ചോദിച്ചു. രാത്രിയാകുമ്പോഴെന്നാ പറഞ്ഞത്. കൂടുതലൊന്നും എനിക്കറിയില്ല. പിന്നെ ഇത് അമ്മയുടെ വീടല്ലേ. ഇങ്ങോട്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് ഒരുപാട് ഞാനങ്ങോട്ട് ചോദിക്കണ്ടോ? മീനാക്ഷി അലക്ഷ്യമായി അവന് മറുപടി കൊടുത്തു. ശ്രീഹരി ആകെ അസ്വസ്ഥനാകുന്നത് അവൾ നോക്കിക്കാണുകയാണ്. അമ്മ വരുന്നത് സന്തോഷമല്ലേ ശ്രീയേട്ട? അവൾ ചോദിച്ചതും ശ്രീഹരി അവളെ കനപ്പിച്ചൊന്ന് നോക്കിയിട്ട് തിരിഞ്ഞ് മുറിയിലേക്ക് കയറിപ്പോയി. ശ്രീഹരി പുറത്ത് എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്ന് മീനാക്ഷി നോക്കിയിരിക്കുകയാണ്. ആ സമയത്ത് അവൻ്റെ മുറിയിലൊന്ന് കയറി പറ്റണമെന്നാണ് അവളുടെ കണക്കുകൂട്ടൽ. ഉച്ചയ്ക്ക് അവനുള്ള ഊണെടുത്ത് വെച്ച് കഴിഞ്ഞു. മീനാക്ഷി നോക്കിയപ്പോൾ അവൻ ആരോട് ഫോണിൽ സംസാരിച്ചിരിക്കുന്നു. കുറേ സമയമായി അവൻ സംസാരത്തിലാണ്. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ അവൾ നോക്കിയപ്പോൾ അവൻ കാറിൻ്റെ കീ എടുത്തുകൊണ്ട് വെളിയിലേക്ക് പോകുന്നതാണ് മീനാക്ഷി കണ്ടത്. ആ സമയത്ത് കയറാനായി അവൾ തുടങ്ങിയതും അവൻ്റെ വണ്ടിയെത്തുന്ന ശബ്ദം കേട്ടു. വൈകിട്ട് ശ്രീഹരി പൂജാമുറി കയറിയപ്പോൾ മീനാക്ഷി ആദ്യമായിട്ട് അവൻ്റെ മുറിയിൽ പ്രവേശിച്ചു. അവൾക്കറിയാം അവൻ ഉടനെ ഒന്നും ഇറങ്ങി വരില്ലെന്ന്. ശ്രീഹരി അടുത്തെത്തുമ്പോഴുള്ള മണം തന്നെയാണ് ആ മുറിക്കകത്ത്. കുറേയേറെ പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ എഴുതിയിട്ട് കീറിക്കളഞ്ഞാണെന്ന് തോന്നുന്നു. പേപ്പർ കുറച്ച് വേസ്റ്റ് ബിന്നിലുണ്ട്. ഗുരുവായൂരപ്പൻ്റെ ഒരു ചന്ദന വിഗ്രഹം മേശയുടെ നടുക്കിരിപ്പുണ്ട്. അവൻ്റെ 2-3 ഷർട്ട് തേച്ചു മടക്കി വെച്ചിട്ടുമുണ്ട്. എന്തായാലും നല്ല അടുക്കും ചിട്ടയുമുള്ള ആളാണെന്ന് അവൾക്ക് മനസ്സിലായി.
ഒരു ഡയറി ഇരിക്കുന്നത് കണ്ട് മീനാക്ഷി അത് എടുത്തു നോക്കി. അതവൾ തുറന്നതും ശ്രീഹരി മീനാക്ഷി എന്നൊരൊറ്റ അലർച്ചയായിരുന്നു. ആരോട് ചോദിച്ചിട്ടാണ് നീ എൻ്റെ മുറിയിൽ കയറിയത്? എന്തടി? അവൻ അലറിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. പേടിച്ച് പിന്നോട്ട് മാറിയ അവളുടെ അടുത്തേക്ക് അവൻ വന്നു. അവളുടെ ഫോണ് ശ്രീഹരിയുടെ കയ്യിലുണ്ടായിരുന്നു. ഫോൺ ശബ്ദിച്ചപ്പോൾ അവൾ പ്രാർത്ഥിച്ചത് രുക്മിണിയമ്മ ആകരുതേ എന്നാണ്. പക്ഷേ ഇതാ അമ്മയാണ്. അവൻ അതിൻ്റെ ലൗഡ് സ്പീക്കർ ഓൺ ചെയ്തുകൊണ്ട് അവളുടെ കയ്യിൽ കൊടുത്തു. മീനാക്ഷിക്ക് തൊണ്ട വറ്റി വരണ്ടു. ഈശ്വര, പിടിക്കപ്പെടുമല്ലോ. രണ്ടും കൽപ്പിച്ച് അവൾ ഫോൺ കട്ട് ചെയ്തു. എന്താ അമ്മയോട് സംസാരിക്കാഞ്ഞത്? നീ എന്താ കട്ട് ചെയ്തത്? അവൻ അവളുടെ കയ്യിൽ നിന്നും ഫോൺ മേടിച്ചു. എന്നിട്ടാവും അമ്മയെ അവൻ തിരിച്ചു വിളിച്ചു. ദാ റിങ് ചെയ്യുന്നുണ്ട്, അമ്മയോട് സംസാരിക്കുക. അവളുടെ നേർക്ക് അവൻ വീണ്ടും ഫോൺ നീട്ടി. തുടരും.